ഡബിൾ ഡാഡി സിൻഡ്രോം കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇത് പറയാൻ കാരണം മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസന മെത്രോപൊലീത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അപമാന സംസാരങ്ങൾക്ക് നേതൃത്വം നൽകുകയും നികൃഷ്ട ചർച്ചകൾ നടത്തുകയും ലോകത്ത് എന്ത് എവിടെ നടന്നാലും അതിനെല്ലാം ഉത്തരവാദി ഈ ഗ്രിഗോറിയസ് തിരുമേനി ആണെന്ന് പറയുകയും ചെയ്യുന്ന ആയൂർ ഇളമാട് സ്വദേശിയായ ഒരു സീനിയർ സിറ്റിസന്റെ സ്വഭാവം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കൂട്ടിന് ഇപ്പോഴത്തെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ഇളയ സഹോദരനുമുണ്ട്. ഈ ചേട്ടൻ വാവയും അനിയൻ വാവയുമാണ് ഇപ്പോൾ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ നിന്ന് ചൂട്ട് കത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അനിയൻ വാവ ഭദ്രാസനത്തിന് പുറത്തുള്ളവരുമായി കൂട്ടുകെട്ടുണ്ടാക്കി സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമെന്ന സ്ഥാനം സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ഒരു ശിങ്കിടി കത്തനാരെ കൂടെ കൂട്ടി ദുരുപയോഗം ചെയ്യുന്നു. നാടൊട്ടുക്കും നടന്ന് സഭാസ്ഥാനികൾക്ക് ഒരു സ്വസ്ഥതയും നൽകാതെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമെന്നത് ഒരു സമ്മർദ്ദ സ്ഥാനമാക്കി കത്തോലിക്ക ഭാവാക്കി അടുത്ത സ്ഥാനമെന്ന് കരുതി ഭദ്രാസന മെത്രോപൊലീത്തായെ മുട്ടുകുത്തിക്കാമെന്ന് വിചാരിച്ച് കുണ്ടികുലുക്കി പക്ഷിയെ പോലെ കുടുങ്ങി കുടുങ്ങി നടക്കുന്നു. എന്നാൽ ചേട്ടൻ വാവ ഭദ്രാസനത്തിന് അകത്ത് നിന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി ഭദ്രാസന മെത്രോപൊലീത്തായെ താറടിച്ച് വിവേകശൂന്യമായ വാക്കുകളിലൂടെ ദുഷ്പ്രചരണം നടത്തി അപമാനിക്കുന്നു. ഇങ്ങനെ ചേട്ടൻ വാവ 4 പേരുടെ മുമ്പിൽ താനേതു വലിയ സ്ഥാനം മുൻപ് വഹിച്ച വ്യക്തിയാണെന്നും തനിക്ക് ഭദ്രാസനത്തിന്റെ ആദ്യം മുതലുള്ള ചരിത്രം അറിയൂവെന്നും വീമ്പിളക്കി നടക്കുമ്പോൾ സ്വന്തം പള്ളിയിലെ സ്ഥാനത്തിന് കാലിനടിയിലെ മണ്ണിളകി ഒലിച്ചുപോയത് അറിഞ്ഞില്ല. തുടർച്ചയായി 12 വർഷം പള്ളി കമ്മിറ്റിയിൽ തുടരുന്നത് ശരിയല്ലെന്നും ഒരാൾ ഒരു സ്ഥാനത്ത് 2 വർഷത്തിൽ കൂടുതൽ തുടരുന്നത് ഏകാധിപത്യമാകുമെന്നതിനാൽ കഴിവതും മറ്റൊരാൾക്ക് വേണ്ടി ആ സ്ഥാനം മാറിക്കൊടുക്കുന്നത് അഭിലഷണീയമാണെന്ന് മലങ്കര മെത്രോപൊലീത്തായുടെ കൽപ്പന അനുസരിക്കണമെന്ന് മാർച്ച് മാസത്തെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ പൊതുജനം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. എങ്കിലും ഇദ്ദേഹം ആ തീരുമാനത്തെ എതിർത്ത് അജണ്ട വെച്ച് അടുത്ത പൊതുയോഗത്തിൽ തീരുമാനിക്കണമെന്ന് വാദിച്ചതിനാൽ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് മെയ് മാസം 12 ഞായറാഴ്ച വാർഷിക വരവ് ചെലവ് കണക്ക് പാസാക്കാനുള്ള പൊതുയോഗത്തിൽ അജണ്ട വയ്ക്കുകയും ആ നിർദ്ദേശം ഒന്നടങ്കം അംഗങ്ങൾ അംഗീകരിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, അധികാര കസേരയിലെ നക്കാപ്പിച്ചയുടെ മധുരമോർത്ത് അതിനെ അടിമുടി എതിർക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിനെ തുടർന്ന് പൊതുയോഗം അലങ്കോലപ്പെടുകയും 15-ന് സ്ഥലം മാറിപ്പോകേണ്ട വികാരിക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞ് യാത്രയയപ്പ് നൽകാനും കഴിഞ്ഞില്ല. ഒരു പള്ളിയിലെ ഒരു കമ്മിറ്റി മെമ്പർ സ്ഥാനം തുടർച്ചയായി 12 വർഷമായിട്ടും മാറാൻ മനസ്സില്ലാത്ത ആളാണ് തിരുവനന്തപുരം മെത്രാനെ മാറാനും മുറിവിളി കൂട്ടുന്നത്. മുൻപേ തന്റെ കണ്ണിലെ കോലെടുത്തിട്ട് മറ്റവന്റെ കണ്ണിലെ കരട് നീക്കാൻ വരുമെന്നാണ് സ്വന്തം പള്ളിക്കാർ തന്നെ പറയുന്നത്. പള്ളി വരുമാനമായ മാസവരി 150 രൂപ മാത്രം നൽകുകയും മറ്റാരെ കൊണ്ടും അതിൽ കൂടുതൽ പള്ളിക്ക് മാസവരിയായി കൊടുക്കാൻ സമ്മതിപ്പിക്കാതെ ഇടവകയെ സ്നേഹിക്കുന്നു, സഭയെ സ്നേഹിക്കുന്നുവെന്ന പറഞ്ഞു വീമ്പിളക്കി നടക്കുന്നു. സാമ്പത്തികമായി ഇടവകയെ വീർപ്പുമുട്ടിച്ച് പള്ളി വരുമാനം കാലാകാലങ്ങളിൽ മാറ്റം വരുത്താതെ പള്ളിയുടെ ഭൗതിക പുരോഗതിക്ക് തുരങ്കം വയ്ക്കുകയും ഭദ്രാസന കോട്ട മുടക്കം വരുത്തി വൈദികർക്ക് സമയാസമയം ശമ്പളം മുടക്കുന്ന പരിപാടിയുമാണ് കയ്യിലിരിക്കുന്നത്. ഇങ്ങനെ മാതൃ ഇടവകയിൽ ചെയ്തിട്ടാണ് ഭദ്രാസന മെത്രോപൊലീത്തായെ വെല്ലുവിളിച്ച് അപമാനിക്കുന്നത്. ഇനിയെങ്കിലും സഭാ ഗ്രൂപ്പുകളിൽ വന്ന് വായ് തോരാതെ വാചകമടിക്കാതെ പ്രവർത്തിച്ചു കാണിക്ക്. മദ്ബഹ ശുശ്രൂഷയ്ക്കാണെങ്കിലും തന്റെ പൃഷ്ഠം മദ്ബാഹയിൽ കസേരയിട്ടു മാത്രമേ വെക്കൂ. അങ്ങനെ ഒരു ദിവസം സഹിക്കവയ്യാതെ ഇപ്പോഴത്തെ ഭദ്രാസന കൗൺസിൽ അംഗമായ വൈദികൻ കസേരയോട് കൂടി തള്ളി താഴെയിട്ടു. അതിൽ കുണ്ഠിതമുണ്ടെങ്കിലും ആ വൈദികൻ ഭദ്രാസന മെത്രോപൊലീത്തയ്ക്ക് എതിരായതിനാൽ തോളിലേറ്റി നടക്കുകയാണ്. ഇയാളുടെ തനിക്കോണം ഇയാൾ തന്നെ പറയുന്നത് കേൾക്കാം.
അതിനെ സംബന്ധിക്കുക, അല്ലെങ്കിൽ അതുമായുള്ള ശുശ്രൂഷകൾ നടത്തുക, നമുക്കതൊക്കെയാണ് താല്പര്യം. പിന്നെ മാനേജിങ് കമ്മിറ്റിയിൽ ചിലപ്പോൾ കുറച്ച് അടുപ്പിച്ചിരുന്ന് കാണാം. പിന്നെ നമ്മൾ അടുത്ത് പള്ളിയോട് ചേർന്ന് താമസിക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ അഭിപ്രായം പറയുകയും മുതിർന്ന ഒരാളെന്നുള്ള രീതിയിൽ കുറച്ച് വർഷങ്ങൾ മാനേജിങ് കമ്മിറ്റിയിലൊക്കെ അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു വിഷയങ്ങളും ഇല്ല. ഇത് ചില സ്വാർത്ഥ താല്പര്യമുള്ള ആളുകൾക്ക്, സ്ഥാനമോഹികളെന്ന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ, എന്നുള്ള അത്രയും ചിന്തിച്ചാൽ മതി. മറ്റ് വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് കരുതിയിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞ അഭിപ്രായം തന്നെയാണ് നിലവിലുള്ള ട്രസ്റ്റിയോടും സെക്രട്ടറിയോടും നമ്മൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ മെത്രാപ്പോലിത്തയോടെ പോയി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത് 7 വർഷം മുൻപ്, ഇതും കൂടെ മനസ്സിലാക്കണം, 7 വർഷം മുൻപ് ഉള്ളൊരു കൽപ്പനയാണ്. കഴിഞ്ഞ വർഷം ആലഞ്ചേരി പള്ളിയിലെ കാര്യം തന്നെ അറിയാമല്ലോ. 14ാമത്തെ വർഷമാണ് അവിടുത്തെ ട്രസ്റ്റി മരണപ്പെട്ടപ്പോഴാണ് പിന്നെ അടുത്തൊരു ട്രസ്റ്റി നമുക്ക് അവിടെ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ്? അപ്പോൾ അങ്ങനൊന്നും അടുപ്പിച്ചിരിക്കാൻ പാടില്ലല്ലോ. ഈ കൽപ്പന വന്നതിന് ശേഷം അങ്ങനെ ഇരുന്നല്ലോ. തിരുവനന്തപുരത്തും പല പള്ളികളിലും 10-15 വർഷമായിട്ട് തുടർച്ചയായിട്ടിരിക്കുന്ന സെക്രട്ടറിയോ ട്രസ്റ്റിയോ ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ 2 വർഷമായിട്ട് നിജപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മറുഭാഗത്ത് നിന്നവർ പറഞ്ഞ് 2ഉം വേണ്ട, എന്നാൽ 1 വർഷം തന്നെ മതി. ഓരോ വർഷം കൂടുമ്പോൾ ഇത് മാറുന്നതിനൊന്നും ഇവിടെ ആർക്കും എതിർപ്പില്ല. ഇവിടെ ഇപ്പോൾ എല്ലാ കാലത്തും കൊണ്ട് അടുപ്പിച്ചിരിക്കാനും ഇപ്പോൾ ആൾക്കാർക്ക് സമയവും താല്പര്യമൊന്നും ഒക്കെ കുറവാണ്. പിന്നെ ചിലർക്കൊക്കെ ഇരിക്കാനൊക്കെ താല്പര്യം ഉള്ളത്. നമുക്കൊന്നും ഇരുന്നും ട്രസ്റ്റി ആയിട്ടോ സെക്രട്ടറി ആയിട്ടോ ഒന്നും ഇരിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. കമ്മിറ്റിയിലാകുമ്പോൾ പിന്നെ വല്ലപ്പോഴും ഒന്ന് പോകാതിരുന്നാലും കുഴപ്പമില്ല, വല്ലപ്പോഴും ഒക്കെ പോവുകയും കാര്യങ്ങളൊക്കെ ആ രീതിയിലങ്ങ് പോകാമല്ലോ. ആ രീതിയിലായ അതുകൊണ്ട് അതിനകത്തിരിക്കുന്നത്, അല്ലാതെ മറ്റ് വലിയ ഭാരവാഹിത്വത്തിലൊക്കെ നമുക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് എൻ്റെ സാഹചര്യം. അല്ലാതെ ഇവിടെ മറ്റ് വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ലൂക്കോസ് അച്ഛൻ ഞങ്ങളുടെ ഇടവക കണ്ടിട്ടുള്ളതിൽ വെച്ച് NG ഫിലിപ്പച്ചൻ, അത് ഇന്നലെ ഞങ്ങളുടെ യാത്രയപ്പ് സമ്മേളനത്തിൽ തന്നെ പലരും അത് ഉന്നയിക്കുകയായിരുന്നു. NG ഫിലിപ്പച്ചൻ കഴിഞ്ഞാൽ ഇത്രയും സമാധാനമായിട്ടും ഭംഗിയായിട്ടും കാര്യങ്ങൾ ചെയ്ത പിന്നെ ഒരു വികാരി അച്ഛനാണ് ലൂക്കോസ് അച്ഛൻ. പിന്നെ അതിനകത്ത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അത് ഞങ്ങളുടെ യാത്രയപ്പ് സമ്മേളനത്തിൽ എല്ലാവരും പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നെ പൊതുയോഗം എല്ലാവർക്കും അറിയാമല്ലോ, പള്ളിയിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവസാനം വരെ പിന്നെ ചില ആളുകൾ ഇങ്ങനെ ഈ ഒരൊറ്റ കാര്യത്തിൽ ഇച്ചിരി അതൃപ്തി അറിയിച്ചിട്ട് ട്രസ്റ്റിയൊക്കെ ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അപ്പോൾ ഇത് തീരുമാനം അങ്ങനെ ഇപ്പം എന്നിട്ട് അവർക്ക് ചെയ്യാമായിരുന്നു. പിന്നെ തിരുമേനിയോടൊന്ന് ആലോചിച്ചിട്ട് ഈ കാര്യങ്ങൾ പിന്നെ ചെയ്താൽ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് അവർക്ക് കൂട്ട് നിൽക്കാമായിരുന്നു, അച്ഛനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാമായിരുന്നു. അതിന് എല്ലാവരും പിന്നെ ചില ആളുകൾ അതിനകത്തൊരു പ്രായത്തോട് യോജിക്കാത്തവരോ എന്തോ ആയാലും ഒരു ചെറിയൊരു കശപിശ പോലെ അവസാനം ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. സംസാരത്തിൽ മറ്റൊന്നുമില്ലേ, സംസാരമായിട്ടൊരു കശപിശയുണ്ടായി. അപ്പം പിന്നെ ചില ആളുകൾ അതിനകത്ത് പൂർത്തിയാകുന്നതിനും ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ